ഹേ ഗൈസ്, അപ്പോൾ സിൽവർസ്റ്റോൺ ഗെയിമിൻ്റെ ഇറങ്ങ് പണ്ടാരെ ഒന്നുകൂടി റീസ്പോണാണ്. കുട്ടി സംഭവം ബെഡ് ഞാൻ വിചാരിച്ചു ബെഡെല്ലാം കൂടി പോയി. ഇനി പൊട്ടിക്കുക. പാഹ്യമായിട്ടൊക്കെ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എന്തോ പറഞ്ഞ ബെഡ് പൊട്ടി നാശം. അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓഫ് ക്യാമറയിൽ കുറേ ഗ്രൈൻഡ് ചെയ്ത നേരം വരുന്നുണ്ട്. ബെഡും കൊണ്ട് ഞാൻ ഇവിടെ നോക്കട്ടെ. ക്ലിഫാണ്, സൂക്ഷിച്ച കണ്ടൊക്കെ ഇറങ്ങി. എനിക്ക് നല്ല അപ്പോൾ നമുക്കൊരു മച്ചാനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമെന്നറിയില്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അങ്ങനെ സംഭവം പറയില്ല. ടൈമിൻ്റെ ടൈറ്റിൽ മാതിരി സംഭവം താഴെ ഇടുന്ന അതിൽ കൊടുക്കാം. നമ്മൾ ഇതൊരു വില്ലേജ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡൊക്കെ കണ്ടവർക്ക് അറിയാം ഞാൻ പെട്ട കഷ്ടപ്പാടൊക്കെ. എന്താ നമുക്ക് ഡയമണ്ടൊക്കെ കിട്ടി. 10 ഹോപ്പർ മറ്റേ ട്രയൽ ചേമ്പറിന് മിക്കവാറും ഈ ആഡ് വന്ന് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ എൻ്റെ വേൾഡ് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. ഭാഗ്യം സാറേ. ഇങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ വേൾഡ് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ പുതിയ ഇത് ഫ്യൂലാക്കാൻ പറ്റൂലല്ലേ. നമുക്കൊരിത് സെറ്റപ്പ് ആക്കണം. റെയിലൊക്കെ മൈൻഷാപ്പിൽ നിന്ന് കിട്ടിയതാ. 2 ഫ്ലിൻറ്റ് സ്റ്റീലോ 2 ഫ്ലിൻറ്റ് സ്റ്റീൽ. ഇത് സ്മെൽറ്റ് ചെയ്യാൻ കോഡ് കുറവാണ്. എക്സ്പ്ലോറിങ്ങിന് പോയാലോ എന്നത്. നമുക്കാദ്യം നമ്മുടെ അടുത്ത് എത്ര അയുണ്ട്? ജസ്റ്റ് ഉണ്ടല്ലോ അതിൽ നമുക്കൊന്ന് ഒതുക്കി വെച്ചാൽ പോരെ. എല്ലാം ക്രീപ്പ് ഒന്ന് പൊട്ടിയാൽ ഇത് പോട്ടെ. പവർ നമുക്ക് കുറച്ച് ടോർച്ച് കയ്യിലോട്ടെ. ക്യാറ്റ് പോട്ടെ, വിൻചാർജ് തുള്ളു പോട്ടെ, ഫോണും കയ്യിലെന്നോട്ടെ. ആവശ്യം വരും. അയൺ കുക്കായി 5 അയൺ കുക്കായി നമുക്ക് അയണ്ട്. Let's make a new armor. നമ്മൾ പിന്നെ അയൺ ആർമർ ഷീൽഡ് ഉണ്ടാക്കാൻ വുഡ് നെഹി. നമ്മുടെ അടുത്തുള്ള വുഡ് കയ്യിലുണ്ട്, നമുക്ക് എടുക്കാം. മേസ് ഉണ്ടാക്കാൻ നമ്മളടുത്ത് ആദ്യം എന്തിൻ്റെ വുഡായിരുന്നുള്ള മറ്റു സ്ഥലത്തിന് വേറെന്തായാലും
സവാനത്തെ വുഡല്ലേ ഉള്ളത്. എൻ്റെ വീട് മിക്കവാറും പോക്ക് പോവുകയാണെങ്കിൽ എന്തൊരു കഷ്ടം നോക്കണേ ഗൈസ്. നമ്മൾ മച്ചാൻ്റെ പേരിനോട് മറന്നുപോയി. ശീലയിലുണ്ടോ? ഡയമണ്ട് ഉണ്ട്. നമുക്ക് എൻചാൻമെൻറ്റ് ടേബിൾ ലെതർ എത്തുന്നുണ്ട്. ലെതർ ഉണ്ടോ? ലെതറും ഇല്ല. നമുക്ക് ഫുഡ് കുറവാണ്. സൗണ്ട് കുറക്കട്ടെ. ഒരു മ്യൂസിക്കുള്ള സൗണ്ട് കുഴപ്പമില്ലല്ലോ വിചാരിക്കുന്നു. നമുക്ക് എക്സ്പ്ലോറിങ്ങിന് ഇറങ്ങിയാലോ? ഫുഡ് ഒരു വുഡൻ ഹോ ഉണ്ടാക്കട്ടെ. വുഡൻ ഹോ നമുക്ക് കയ്യിൽ വേണ്ട സാധനമൊക്കെ ചെസ്റ്റ് കയറ്റി കളട്ടെ. ഇത് പോട്ടെ. ഒബ്സിഡിയം 8 ഒരു പോർട്ടലുണ്ടാക്കി നോക്കല്ലേ. വെറുതെ മനസ്സുഖത്തിന് പിന്നെ വീട്ടിൽ പൊട്ടിച്ചെടുക്കണം. അതാണ് കഷ്ടപ്പാട്. അതൊന്നും വലിയ സീനില്ല. നമുക്ക് ഇവിടെ എടുക്കണ്ടാവും. ഒന്നുകൂടെ 1 2 3 ഇവിടെ കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടും നോക്കാം. എൻ്റെ ബേസ് ഇവിടുത്തെ സെറ്റപ്പ് ആക്കിയാലോ ഒരാലോചന. 2 3 എന്നിവിടെ എക്സ്ട്രാ ഉണ്ടോ? ഇതൊന്നുകൂടി പൊട്ടിക്കേണ്ടി വരുമോ? ഇല്ലാന്ന് തോന്നുന്നു. പിന്നെ സ്റ്റീൽ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ട്? മിക്കവാറും പോകും ഗൈസ്. അങ്ങനത്തെ കളികൾ എന്താ പറയുക, ആദ്യം ഈ അങ്ങനത്തെ വരുന്ന പോയതാണ്. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് പോവല്ലേ വേൾഡ് പോയി പോവല്ലേ. ഓ സംതിങ് ഗുഡ്. ഒരു ഒബ്സിഡിയൻ എക്സ്ട്രാ ഒബ്സിഡിയൻ കയ്യിൽ വന്നു. 2 4 4 3 7 7 3 10 പോരെ? 11 കണ്ടില്ലെന്ന്. എന്തേലും കാട്ട്. ബ്ലോക്ക് കയ്യിലിരുന്നോട്ടെ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കില്ല. അത് എനിക്കൊന്നും ചെയ്യാനാവില്ല. ഞാനത് ഇപ്പോഴാ ശ്രദ്ധിച്ചേ. വില്ലേജ്. ഞാനിപ്പോഴാ ശ്രദ്ധിച്ചേ. ഞാൻ വെള്ളത്തിൽ ഇങ്ങോട്ട് തിരിഞ്ഞൊരു വില്ലേജ്. ഏതാ മോനെ എൻ്റെ ഭാഗ്യം. ഇതൊക്കെയാ ഭാഗ്യം എന്ന് പറയുന്നത്. ചെറിയ വില്ലേജ് ആണെങ്കിലും എന്താ വില്ലേജ് കിട്ടിയില്ലേ? ചെറുതായി അത്യാവശ്യം വലുതായിരിക്കും. ഹൈവ മല്ല കയറി അങ്ങോട്ട് പോവന്നെ. ബ്ലാക്ക് സ്മിത്ത് ചേട്ടനുണ്ടോ? ആയോ അയമാമൻ നടന്നോട്ടെ. സെക്യൂരിറ്റി ഗാർഡല്ലേ? സെക്യൂരിറ്റി ഗാർഡ് കള്ളപ്പൂച്ചക്കുട്ടി. പക്ഷേ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ തന്നെ ബേസ് വെക്കാൻ പോകും. അപ്പോൾ കുത്തുന്നത് ഗ്രൈൻഡ് ചെയ്യണ്ടേ? അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഗ്രൈൻഡ് ചെയ്യാം. റീസ്പോൺ പോയിന്റ് സെറ്റല്ലേ മോനെ? ഇല്ലേ എത്രയോ
കിലോമീറ്റർ കണക്കിന് ബ്ലോക്ക് പിന്നെ നടന്ന് ഇങ്ങനെ വരേണ്ടി വരും. അന്നാ തന്നെ ഞാൻ വേൾഡ് എടുത്ത് ഡിലീറ്റ് ചെയ്താൽ എനിക്കാവില്ലാത്ത ഉറപ്പല്ലേ. ഇത്രയും നടന്ന സാധനത്തിനെ തിരിച്ചെടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് ഇങ്ങനത്തെ ഗെയിം മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഉള്ള മച്ചന്മാർക്ക് അറിയാം. റീഫോൺ പോലെ സെറ്റപ്പ് ആക്കിക്കട്ടെ. കത്ത് തണ്ടർസ്ട്രോം ഉണ്ടോ? അയ്യോ, അങ്ങനെ നേരെ വന്ന് കളിക്കുകയാണെങ്കിൽ ആറുണ്ട് വേൾഡ് പോകാൻ കഴിയുന്നത് പൊട്ടിയല്ലോ. എന്തായാലും വില്ലേജ് കിട്ടിയേ. ഓക്കെ, നമുക്കൊന്ന് നെതറിലേക്ക് ശരി കഴിയണം. ആർമൊക്കെ സെറ്റല്ലേ? ആർമോ സെറ്റല്ലേ? നോക്കിയില്ല ഞാൻ അന്ന് ഉണ്ടാക്കിയ ഇപ്പോൾ ബ്ലോക്ക് ഇപ്പോഴത്തല്ലേ ഫോട്ടോസ് ഉണ്ടല്ലോ. നോ നമുക്ക് കുറച്ച് ബ്ലോക്ക് എടുക്കാം. നമുക്ക് വീട് സെറ്റപ്പ് ആക്കാം. ഞാൻ മെയിനായിട്ട് വന്നത് വീട് പണിക്കുള്ള ബ്ലോക്ക് എടുക്കാം. കുറച്ച് ഏഷ്യൻ്റെ പൊടി കിട്ടാൻ വാങ്ങിച്ചാണ്. വേണ്ടമ്മേ അത് ബെഡ് റോക്ക് ആണോ ജാവിയാണോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ബെഡ് റോക്ക്. നമുക്കിനി തിരിച്ചങ്ങോട്ട് പോകാം. അയ്യോ, കലണ്ടർമാൻ്റെ മുഖത്തേക്ക് നോക്ക്. വേണ്ട. ഗോൾഡ് പിഗ്ലിങ്സ് ഇച്ചിരി ബ്ലോക്ക് മഞ്ചി ഇവിടെയൊക്കെ സെറ്റിനുള്ള വീട് പണിക്കുള്ളതൊക്കെ എടുക്കണം. ബേസ് സെറ്റപ്പാക്കുന്ന നമുക്ക് ഞാൻ മൾട്ടിപ്ലെയർ ഓൺ ആക്കിടാം. എൻ്റെ പേരും കളിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടാക്കുക, എൻ്റെ പേരും കളിക്കുക. ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. അയ്യോ, നമുക്ക് പിന്നെ വില്ലേജ് ബ്രീഡ് ആക്കണം. എത്രയായി? അയ്യോ, പോരല്ലോ. എന്ത് കഷ്ടം, മര്യാദയ്ക്ക് റെക്കോർഡിങ് കൂടിയാവുന്നില്ല. നിങ്ങൾ ആ പരസ്യം വരുന്ന അത്ര കാര്യമാക്കണ്ട കേട്ടോ. ഈ ഫോണിൻ്റെ എന്തോ പ്രശ്നം. രാവിലെ ഒന്നും കൊണ്ടുവച്ചിടല്ലേ. നിമിഷത്തെ ഞാൻ കത്തിപ്പോയി. എനിക്ക് നേരില്ല. ഒരു കാഞ്ചി ക്രൗച്ച് ചെയ്ത് നമുക്ക് വേറെ ഫോറസ്റ്റ്. ഗോൾഡുണ്ട് ഇതിൻ്റെ അടിയിൽ. സോളോ വൈനർ എനിക്കിഷ്ടമല്ല. അങ്ങനെയല്ല, അവൻ്റെ വീഡിയോസൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. അവൻ്റെ ആരും സോറി ഗൈസ്, ആ സൗണ്ട് അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് ഏച്ചിയും അമ്മയും കൂടെയുള്ള അടിയിലല്ല പാടാണ്. അടിയല്ല, തമാശയും കളിക്കാണ്. അതിലെനിക്ക് ഒരു ഇതും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓവർവേഡിൽ എത്തിയിട്ട് കാണാം.
ഇത്ര ബ്ലോക്ക് അയ്യ മോനെ. ഞാൻ എങ്ങോട്ടാ നടന്നു കയറി വന്ന്? എൻ്റെ പോർട്ടൽ അപ്പുറത്തല്ലേ? കയറി കയറി നമുക്ക് ഓർമ്മകളിലെത്തിയിട്ട് കാണാം. സുഖമായിട്ട് ഓർമ്മകളിലെത്തി. അയ്യോ നൈറ്റോ ഉറങ്ങ്. ലേഖായി പോയിട്ട് കാണാം ഗൈസ്. നമുക്ക് തോന്നുന്നു പോയി. പോയി മഴ. മഴ എന്ന് പറഞ്ഞില്ല. നമുക്ക് ബെഡ് ഇവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് അത്യാവശ്യം ആക്കിയതിന് ശേഷം നമുക്ക് ബെഡും എല്ലാ സാധനം അങ്ങോട്ട് മാറ്റാം. കളിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ ഒരു പ്രശ്നവുമില്ല. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടാവും. എന്താ അവസ്ഥയാണ് നോക്കണല്ലേ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് തിരുമ്പുന്ന സൗണ്ടും. ഞാനിങ്ങനെ ഗൈസ് സംസാരിക്കേ അങ്ങനെയല്ല സംസാരിക്കുക. വീഡിയോ ഇടുമ്പോൾ അങ്ങനെ സംസാരിക്കേ. അതൊന്നും പ്രശ്നമില്ല വിചാരിക്കുന്നു. നമ്മൾ വിചാരിക്കണം അതേ മുകളിലോട്ട് വില്ലേജറൊന്നും അതിൻ്റെ മണ്ടൊക്കെ കിട്ടോ. നോക്കേ വരേക്ക് നോക്കേ. ഈ വില്ലേജ് ഒന്ന് അടിച്ചാൽ ഞങ്ങൾക്ക് നമ്മൾ വന്ന് രാമ്പോ കമൻറ്റ്. വാട്ടർ ബക്കറ്റ് കൈ പിടിക്കുക. തുമ്മിയപ്പോൾ ഒരു പരിവാവും. പോ തൽക്കാലത്തേക്ക് നമുക്കിതിങ്ങനെ മൂടി വെക്കാം. എന്തിനാ വെറുതെ ഉള്ള വില്ലേജസൊക്കെ പോകുന്നത്? ഇല്ല ഇത് തീരെ ഇങ്ങോട്ട് പിടിക്കണില്ല. അയ്യോ കേസ് ഇങ്ങോട്ട് കയറി. അപ്പോൾ സ്കെലിറ്റൻ നെയിം ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നോ? പക്ഷെ ഞാൻ കണ്ടായിരുന്നു. അതൊന്നും പിടിച്ചാൽ പോരെ. എവിടെ ബ്ലോക്ക് നോക്കുക. അയാളത് യെസ് ഇതിൻ്റെ മുകളിൽ സ്ഥലത്താ വില്ലേജ് സ്പോണായി. ഇത് താഴെ അതേ വീടല്ലേ. ഏതാ വ്യൂ. ഇത് നശിപ്പിക്കണ്ട. എനിക്ക് നല്ല ഐഡിയ ഒന്നുമില്ല.
ഒരു കാര്യം ചെയ്യും. തൽക്കാലം ടോർച്ച് ഇട്ടിട്ട് ഇവിടെയൊക്കെ കുത്തി വെക്കാം. ഇവിടെ ടാക്സ് കൊണ്ട് സ്റ്റെയർ എന്തോ ശേഷം ഒന്ന് മുകളിൽ വരെ പോവാം. അല്ല ഇവിടെ വേണ്ട. നമുക്ക് ഈ സ്റ്റെയറിങ് എടുക്കാം. ലാച്ചി പോയി പൊട്ട് ഇത് മൈൻക്രാഫ്റ്റ് വില്ലേജസിൽ ആരെ വീടാന്ന് അറിയിക്കുന്ന കമൻറ്റ് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അറിയുന്നവര് കമൻറ്റ് ചെയ്യുക. കബർസ്റ്റോൺ അങ്ങനെ പൊട്ടിപ്പോയി. നമ്മൾ നശിപ്പിക്കില്ല. ദാറ്റ് ഇസ് മൈ പോളിസി. ഇത്രയും ഇഷ്ടപ്പെട്ട് കറി വെറുതെ ആയോ? എന്താ ഹെലിപ്പാഡോ അത്? അതാ കാണുന്നതാ, അതാ കണ്ടോ? പംകിൻ. ഇതിൽ കോപ്പർ ഗോളം വർക്കാവുമായിരിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയാലോ? എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്തോ ഒരു നോക്കണേ. Invited to game. നമുക്ക് ഡോഗിനെ പെറ്റായിട്ട് കിട്ടിയ. അപ്പം നമുക്ക് ഈ വുഡ് ഈ രണ്ട് മരം ഒന്ന് ചമ്പിക്കളയണം. ചെറിയ വുഡ്. കഴിഞ്ഞില്ലേ? വുഡൊക്കെ എടുത്ത് കൈ പിടിക്കാൻ വെറുതെ എന്തിനാ പോക്കുന്നത്? അപ്പോൾ വിതറില്ലേ, അതിനൊക്കെ കൊല്ലണം. എന്തിനെ കൊല്ലണം? ഞാനൊരു പോസ്റ്റ് ഇട്ടില്ലേ, അത് എനിക്ക് ഞാൻ എന്താ പറയുക, സർവൈവലിൽ കൊന്നതാണ്. ഞാൻ തീരെ ക്രിയേറ്റീവ് യൂസ് ചെയ്തിട്ടില്ല. ഗോഡ് പ്രോമിസ്, ഞാൻ തീരെ ക്രിയേറ്റീവ് യൂസ് ചെയ്തിട്ടില്ല. ഫുഡ് കഴിഞ്ഞ നമ്മളെ മച്ചാൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ കാണാം. എനിക്ക് കുറേ എന്താ പറയുക കമൻറ്റ് ഇട്ടിക്ക് എൻ്റെ വീഡിയോന്. അപ്പോൾ ഞാൻ അവൻ്റെ ചാനലിൽ കയറി നോക്കിയായിരുന്നു. ബഗ്റൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അവൻ PC-യിലാന്ന് തോന്നുന്നു കളിക്കുന്നത്. എനിക്ക് തീരെ ബഗ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനാകുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. കുറച്ച് കോബിൾ സ്റ്റോൺ
നമുക്ക് ഡോട്ട് ഒപ്പിച്ചാലോ? ഇപ്പോൾ ഗൈസ് ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോഴായിരിക്കും അതാ മിക്കവാറും എൻ്റെ വേൾഡിൽ കളി കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും എൻ്റെ വേൾഡിൽ കളി കൊണ്ട് പോകും. എന്തൊരു കഷ്ട, ഭാഗ്യം പോയില്ല. ഗൈസ് നമ്മൾ അത്യാവശ്യം വേണ്ട ഡേർട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം ഗൈസ്, അല്ലാണ്ട് എനിക്ക് നടക്കൂല. ഇപ്പോൾ ഡേർട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ് നമുക്ക് ആവശ്യത്തിന് അധികമുള്ള ഡേർട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാക്കും 2 ഡേർട്ട് എക്സ്ട്രാ 2 കയ്യിൽ വെച്ചതാ. നമുക്ക് നൈറ്റ് നമുക്ക് അത്രയും നടക്കണം. ഞാൻ വില്ലേജസിൻ്റെ ബെഡിലൊന്നും കയറി കിടക്കുന്നില്ല. പോയി കിടന്ന് ഉറങ്ങടോ. വാ, ഡിഫെൻഡ് എവരിവൺ. ഞാൻ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തോളാം ഗൈസ്. വിച്ചിനെ കൊന്നിട്ട് നമുക്ക് വിച്ചിനെ കൊല്ലട്ടെ, എന്നിട്ട് ബാക്കി പറയാം. പിന്നെ കുറേ കൊന്നു. പിന്നെ പോസ്റ്റ് എടുപ്പിച്ചാൽ റെഡ്സ്റ്റോൺ റെഡ്സ്റ്റോൺ എങ്കിൽ പാലിത്താ മിൽക്ക്. ജസ്റ്റ് മിസ് ആക്കാൻ. ഈ ഹാർട്ടിൻ്റെ പിന്നെ ഹങ്കർ ബാറൊക്കെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും. അമ്മേൻ്റെ ഫോണായിപ്പില്ലേ, എറിഞ്ഞ് പൊളിച്ചാനാ. യെസ് ക്ലേ. അപ്പോൾ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 25 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. നമ്മൾ 30 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ ബേക്സിൻ്റെ പണി. അപ്പോൾ ശരി ഗൈസ്, ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. നമ്മളെ ഗോള് ഇതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.